വെൽക്കം ടു ദ ചാനൽ ദ ഹൗസ് ഓഫ് മാജിക്. ഈ കാണുന്ന 3 പിക്ചേഴ്സിൽ നിങ്ങളെ കോൾ ചെയ്യുന്ന പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് പിക്ചർ ചൂസ് ചെയ്ത ആൾക്കാരുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് പറയുന്നത്, ദർ ഈസ് നോ പെർഫെക്റ്റ് ടൈം ടു സ്റ്റാർട്ട്. നിങ്ങളെപ്പോഴും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു നല്ല സമയം വരാനായിട്ടും അതേപോലെ പലതും സോൾവായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. എല്ലാ കാര്യങ്ങളും ഹാപ്പി ആൻഡ് സെറ്റ് ആയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും അതേപോലെ പുറത്തുള്ള എല്ലാം ശാന്തമായതിനു ശേഷം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ അത് നടക്കില്ല. കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യും. ആ റൈറ്റ് ടൈമിൽ നിങ്ങളെ ബ്ലെസ് ചെയ്യും. കൂടാതെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈം വരുമ്പോൾ വളരെയധികം ആലോചിക്കുകയും തെറ്റും ശരിയും കണക്ക് കൂട്ടുകയും ചെയ്യാറുണ്ട്. ബട്ട് ഇത് നിങ്ങൾ ലൈഫിൽ ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ സാധിക്കില്ല. മേ ബി അത് നഷ്ടപ്പെടും. സോ നിങ്ങൾ എപ്പോഴും ടൈമിനെ വൈസായിട്ട് യൂസ് ചെയ്യുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വെറും സമയമായിരിക്കില്ല നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക, നിങ്ങളുടെ ലൈഫ് തന്നെ ആയിരിക്കും. ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെ നിങ്ങൾ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചതും അതുപോലെ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്ത് ഓവർ അനലൈസ് ചെയ്ത് നഷ്ടപ്പെട്ട അവസരങ്ങളുമായിരിക്കും. എന്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടൈമില്ല. സ്റ്റാർട്ട് നൗ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രശ്നങ്ങളുടെ ഇടയിലും പ്രോബ്ലംസിൻ്റെ ഇടയിലും വർക്ക് ചെയ്യുന്നത് തന്നെയാണ് ഹാർഡ് വർക്ക്. സെക്കൻഡ് പിക്ചർ ചൂസ് ചെയ്ത ആൾക്കാരുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് പറയുന്നത്, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ലൈഫിൽ എല്ലാ കാര്യവും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. സോ ലൈഫ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. അതാദ്യം മനസ്സിലാക്കൂ. കാരണം സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും ഒരു മിക്സ്ചറാണ് ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം നമ്മളെ സ്ട്രോങ് ആക്കാനും ക്ഷമയുള്ളവരും ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. സോ എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടും ബാലൻസ്ഡായും ഫേസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കാരണം സന്തോഷം വരുമ്പോൾ അമിതമായി അഹങ്കരിക്കാനോ അതേപോലെ സങ്കടം ഉണ്ടാകുമ്പോൾ അതിൽ തളർന്നു പോകാനോ നിൽക്കരുത്. നിങ്ങൾ വളരെ ശക്തരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം ബാലൻസ്ഡായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എല്ലാത്തിനും നല്ലത്. എല്ലാം ഓവർകം ചെയ്യാനുള്ള ധൈര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്, അത് നിങ്ങൾക്കുണ്ട്. ഏതൊരു സിറ്റുവേഷനിലും മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ കാമാക്കി വെക്കാനുള്ള കഴിവ് നിങ്ങൾ നേടിയെടുക്കണം. തേർഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വളരെയധികം ഇമോഷണൽ ബ്ലോക്സും അതേപോലെ നിരാശയുമുള്ള വ്യക്തികളാണ്. ആൻഡ് വിശ്വാസക്കുറവുണ്ട് നിങ്ങളിലും യൂണിവേഴ്സിലും. നിങ്ങളുടെ പവറിലും യൂണിവേഴ്സിൻ്റെ പവറിലും എപ്പോഴും ഒരു ഡൗട്ട് കീപ്പ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വിശ്വാസക്കുറവുമുണ്ട്. നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ അത് ശരിയാവുമോ, അത് നടക്കുമോ, അങ്ങനെയുള്ളൊരു ഡൗട്ട് നല്ലോണം ഉള്ള വ്യക്തികളാണ്. ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് പറയുന്നത്, എല്ലാം മുന്നോട്ട് പോകുന്നത് ഹോപ്പ്, അതായത് പ്രതീക്ഷയുടെ പുറത്താണ്. എപ്പോഴും ഹോപ്പ്ഫുള്ളായിരിക്കാനും സ്വന്തം കഴിവിലും സ്വന്തം പ്രവർത്തികളിലും വിശ്വസിക്കാനും ഈ യൂണിവേഴ്സിനെ വിശ്വസിക്കാനുമാണ് പറയുന്നത്. നിങ്ങളെ തോൽപ്പിക്കുന്നതോ നിങ്ങളെ വേദനിപ്പിക്കുന്നതോ അതുപോലെ നിങ്ങളെ ഭയപ്പെടുത്തുന്നതോ നിങ്ങളെ നിരാശപ്പെടുത്തുന്നതോ വേറെ ആരുമല്ല, നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഡൗൺ ആക്കുന്നത്. സോ ലവ് യുവർ സെൽഫ്, റെസ്പെക്റ്റ് യുവർ സെൽഫ് ആൻഡ് വിശ്വസിക്കൂ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് യൂണിവേഴ്സ് അതിനുള്ള റിവാർഡ് തരും. ഒന്നും പകുതിയിൽ അവസാനിപ്പിക്കരുത്. ആത്മവിശ്വാസത്തോടെ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക.